ആ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഗൈസ്, ഞാൻ കുറച്ച് ദിവസം ബിസി ആയിരുന്നു. ആൻഡ് ഇനി നമ്മളിവിടെ തന്നെ കാണും. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം കുറച്ചധികം നാളായി എന്നാണ് എൻ്റെ വിശ്വാസം വ്ളോഗ് എടുത്തിട്ട്. സോ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. ഗൈസ്, എന്താ നമ്മൾ ഇത്ര ദിവസം വ്ളോഗ് ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറയുവാണെങ്കിൽ കുറച്ച് തിരക്കായിപ്പോയി. അതായത് സ്ട്രീമിങ്ങിലൊക്കെ കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. സോ അതിൻ്റെ കുറച്ച് ഡിലേ ആണ് നമ്മുടെ വ്ളോഗ് വരാൻ ലേറ്റ് ആയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വ്ളോഗ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇടാനുള്ള ടൈം കിട്ടിയില്ല. എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു പുറത്തു നിന്ന്. അപ്പോൾ അവൻ വന്നൊരു വ്ളോഗ് എടുത്തായിരുന്നു, അതിടാൻ പറ്റിയില്ല. സോ എന്തായാലും നമുക്ക് ഇന്നോട്ട് വ്ളോഗ് ഇട്ട് തുടങ്ങണം. അപ്പോൾ ഇന്ന് എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗായിരിക്കും. ഞാൻ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. എണീറ്റ് അതെ ഫ്രഷൊക്കെ ആയി. ഗൈസ്, നമ്മൾ പുതിയ മിറർ മേടിച്ചു കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ പറയാൻ വന്നത്, നമ്മൾ പുതിയ മിററൊക്കെ മേടിച്ച് ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റൈലൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇവനെ കൊണ്ടുവന്ന് ഗ്രൂമിങ്ങിന് പോകണം. ഇവയുടെ നഖം ഒക്കെ അത്യാവശ്യം വളർന്നു. അവളിപ്പോൾ നടക്കുമ്പോൾ മറ്റേ ക്ലിങ് 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 സൗണ്ടാണ് ഉണ്ടാ. അപ്പോൾ ഇവനെ കൊണ്ടുവന്ന് ഗ്രൂമിങ്ങിന് പോകണം. പിന്നെ നമ്മുടെ ജിം പരിപാടികൾ, ഒരു ജിം വർക്കൗട്ട്. സോ ഇന്നോട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടാൻ പറ്റട്ടെ എന്ന് എനിക്ക് തന്നെ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടികൾ തുടങ്ങാൻ. കഴിച്ച് ഞാൻ എൻ്റെ രാവിലത്തെ ഷേക്ക് കുടിച്ചു. നമുക്ക് ഉച്ചക്കത്തെ നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഈ ഒരു കാര്യം വന്നത്. വ്ളോഗ് ഇന്നോട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള സാധനം പെട്ടെന്ന് തലേ വന്നത്. നമ്മളിപ്പോൾ ഫുള്ളി പ്രോപ്പർ അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള സീറ്റ് എടുക്കുന്നില്ല എന്നാൽ കുഴപ്പമില്ലാണ്ട് പോകുന്നു. സോ നമുക്ക് ചിക്കനാണ്. ചിക്കൻ സാധാരണ ഞാൻ കറി വയ്ക്കാറാണുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ നമ്മുടെ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഉള്ള പോലെ നമ്മൾ എയർ ഫ്രൈ ഒക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. സോ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ എവക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കണം. ആൾ അവശ നിലയിലാണ്. ഫുഡ് കൊടുക്കാൻ ടൈമായി. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. നീ ഉച്ചയ്ക്ക് കഴിക്കാല്ലേ ഫുഡ്? നിനക്കില്ല. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ട് ഗ്രൂമിങ്ങിന് കൊടുത്തിട്ട് നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരാം. നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് ഒരിക്കലും നമ്മൾ മുടക്കരുത്. ഞാൻ ഈ പറയുന്നത് ജിമ്മിനെ പറ്റിയല്ല. കുറച്ച് ദിവസം കൊണ്ട് വ്ളോഗ് ഇടായിരുന്നപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ്. സത്യം പറയാനോ, എന്തോ ഒരു ബുദ്ധിമുട്ട്. സംസാരിക്കാനാണെങ്കിലും ഒരു ഫ്ലോ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഫ്ലോ ഫീൽ ചെയ്യത്തില്ല, ബിക്കോസ് ഞാൻ അത്രയും നൈസായിട്ടായിരിക്കും ഇടുന്നത്. പക്ഷെ എന്നാലും എന്തോ ഒരു ഇതുണ്ട്. സ്വന്തമായിട്ടൊക്കെ ആൾ തുറക്കുന്നുണ്ടോ? അതീ കണ്ടോ? ഇതൊക്കെയാ പരിപാടി ആളുടെ. സ്വന്തമായിട്ടൊക്കെ ഡോർ തുറന്ന് പുറത്തു പോവുക, അപ്പുറത്തെ പിള്ളേരെ പേടിപ്പിക്കുക, ശബ്ദം ഉണ്ടാക്കി. ഇങ്ങനത്തെ ചെറിയ ചെറിയ കുസൃതികളാണ് ആളുടെ മെയിൻ. ഗൈസ്, ഞാൻ പുതിയ ജിമ്മിലിടാൻ പുതിയ ഔട്ട്ഫിറ്റ് ഞാൻ മേടിച്ചതല്ല, ഫ്രണ്ട് UK കൊണ്ടുവന്ന ജിം ഷാർക്കിൻ്റെ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഭയങ്കര നൈസ് ഫിറ്റാണ്, നല്ല ക്ലോത്താണ്, കൊള്ളാം. സോ ദിസ് ഈസ് മൈ ടുഡേ ജിം ഔട്ട്ഫിറ്റ്. നമ്മുടെ ഈ മിറർ കൊള്ളാമല്ലേ ശരിക്കും? നമുക്കൊരു
എന്താ പറയുക, നമ്മൾ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫുള്ളി നോക്കാൻ പറ്റും. കൊള്ളാം. എന്തായാലും നിങ്ങളും മേടിക്കണം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. ചെറിയൊരു പ്രശ്നം പറ്റി എന്താണെന്നറിയാമോ? ചെരുപ്പിടാൻ മറന്നു. ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ എവിടെ സമ്മതിക്കത്തില്ല എന്നെ. എങ്ങോട്ടാ? നമ്മളെ കുറേ നാളായി നഖമൊക്കെ വെട്ടിയിട്ട്. പോയി നഖമൊക്കെ വെട്ടി സുന്ദരിയായിട്ട് നമുക്ക് വരാം. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എവിടെയെങ്കിലൊക്കെ പോകാനും ഈ വണ്ടിയിലിരിക്കാനൊക്കെ. പക്ഷേ ഇവളുടെ അമ്മ അങ്ങനെയല്ലായിരുന്നു. അതായത് ലോറ അങ്ങനെയല്ലായിരുന്നു. വണ്ടി കയറാനും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇവർക്ക് യാത്ര ചെയ്യാനും എവിടെയെങ്കിലൊക്കെ പോകാനും നടക്കാനും എടുക്കാനും ഓടാനും ചാടാനും കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പുറത്ത് ഫുൾ ടൈം പുറത്തല്ലിട്ടുകൊണ്ടിരിക്കുക. ഗൈസ്, നമ്മൾ റോംസ് ആൻഡ് ട്രാക്സിലെത്തി. അവിടെയാണ് നമ്മൾ ഇവനെ ഗ്രൂമിങ്ങിന് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം പട്ടികളെ മണമുണ്ട്. ആളതിൻ്റെ അവിടെ നിൽക്കുക. വന്നേ 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 പെട്ടെന്ന് വന്നേ പെട്ടെന്ന് വന്നേ പെട്ടെന്ന് വന്നേ ഇപ്പം വന്നേ. ഗ്രൂമിങ് ഗ്രൂമിങ്. ചെല്ല് ചെല്ല് ചെല്ല്. ഒരു മിനിറ്റ് വലിച്ചോട്ടെ. നമുക്ക് പ്രീ വർക്കൗട്ട് എടുക്കാം. പ്രീ വർക്കൗട്ട് ഇത് മസിൽ ബ്ലേസിൻ്റെ ഒരു പ്രീ വർക്കൗട്ടാണ്. ഇന്ന് നമുക്ക് ലെഗ് അടിക്കാം ഗൈസ്. ചെസ്റ്റ് എനിക്ക് എൻ്റെ ലെഗ് കുറച്ച് വീക്കായതുകൊണ്ട് വീക്കിലി ഒരു 2 times ലെഗ് ചെയ്യാനാണ് ഇപ്പോൾ വിചാരിക്കണേ. സോ ഇന്നിപ്പോൾ ലെഗ് ചെയ്യുകയാണെങ്കിൽ ഫ്രൈഡേ ഓർ സാറ്റർഡേ ഒരു പ്രാവശ്യം കൂടി ലെഗ് ചെയ്യാം. അപ്പോൾ ഇന്ന് ലെഗ്, നാളെ ചെസ്റ്റ്, അങ്ങനെ പോകുന്ന വിചാരിക്കണേ. നമുക്കിന്ന് ലൈവ് നേരത്തെ ഇടുകയും വേണം. സോ അതുകൊണ്ട് നമുക്ക് ലെഗ് ചെയ്തിട്ട് പോകാം ഇന്ന്. ഓക്കെ. പിന്നെ ഇവിടെ പാട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓപ്പറേറ്റ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് നമുക്ക് ബാർബൽ സ്ക്വാട്ട് ആണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ലെഗിൻ്റെ വീഡിയോസ് കുറച്ച് ഇട്ടിട്ടുള്ളൂ തോന്നുന്നല്ലേ വ്ളോഗ്സ്. അയ്യോ അയ്യാ. Let's go. Second set. One, two, 7, 8. ഡീപ്പ് സ്കോട്ട് പോകാൻ പറ്റില്ല. മൈക്ക് ഞാൻ ജീവന് കൈമാറുന്നു. എന്റെ നിലവിളി ശബ്ദത്തിന് ആൾക്കാർ കേൾക്കണം. ഫുള്ളിരുന്നു അത് തന്നെ. ഗുഡ് ഗുഡ്. ടു ഈസി. ട്രൈ ചെയ്തേ. 3 ഈസി. അത് തന്നെ അടിക്കുന്നത്. പോട്ടെ. 4 അത് തന്നെ ഈസി. പോട്ടെ 7 റെപ്പറ്റീഷൻ പോവും. പുഷ് അത് തന്നെ. 6 ഈസി. ധൈര്യമായിട്ട് ഇരുന്നോടാ, നീ പേടിക്കണ്ട. 7 അത് തന്നെ. കൊള്ളാം. പോട്ടെ. പുഷ്
പോട്ടെ 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 ഇതാ മതി മതി കൊള്ളാതല്ലേ ഈറി ഈറി ലെഗ് ഈറി താങ്ക് യു ബൈ. അടുത്ത ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്. നമുക്ക് വെയിറ്റ് കുറച്ച് ചെയ്യാം, കാരണം ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. 1 2 3 2 7 8 1 2 go. ഗൈസ്, ജിമ്മിൽ ഭയങ്കര പാട്ടാണ്, നോയ്സാണ് ഭയങ്കര, അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെറ്റാണ് ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ടിൻ്റെ. അമ്മേ അയ്യ. ഹലോ ഗായ്സ്, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് RDL ആണ്. RDL 8 rep 3 set. 35 എടുക്കും. 35. പിന്നെ സ്റ്റാർട്ടിംഗ് സെറ്റ് അല്ല, സ്റ്റാർട്ടിംഗ് ആണും കെടുത്തില്ല നീ. സ്റ്റാർട്ടിംഗ് സെറ്റ് എത്രയാണെന്നറിയോ? 15. എടാ പോടാ, 20 കിലോ എടുക്കാം. 20 എടുക്കാം. അല്ല അയ്യോ 20 പോല 20 അല്ലെ നട്ടല പിടിക്കും. നട്ടല പിടിക്കും, ബാക്ക് പിടിക്കും. Yeah, let's go. കാലിങ്ങനെ ഗത കണക്കാണ്, ഗത കണക്ക് മനസ്സിലായ? അയ്യോ ബ്രോ, ലാസ്റ്റ് സെറ്റ് ഗൈസ്, ലാസ്റ്റ് സെറ്റ് കൊടല്ലേ. കഴിഞ്ഞ് നമ്മുടെ കോച്ചിനെ കണ്ടേ? 2 വാക്ക് പറ. വ്ളോഗിൽ വന്നിട്ട് 2 വാക്ക് പറ. അയ്യോ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ് എറണാകുളത്തെ. വെറുതെ കേസ്. അപ്പോൾ നമുക്കിനി കാഫ് കൂടി ഉള്ളൂ. കാഫ് എന്നെ കുറിച്ച് പറഞ്ഞാൽ
ഉഴപ്പലാണ് വളരെ മോശം, വളരെ മോശം മോശം. അഴുക്ക ചേർക്കൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത് നമുക്ക് കാഫ് പ്ലസ് ടിബിയാലിസ് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞൂടാ. യെസ്, ആ ഒരു വർക്കൗട്ട് കൂടിയാണ് ഇനി അടുത്തുള്ളത്. അത് രണ്ടും സൂപ്പർ സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലെഗ് ഡേ നമുക്ക് റാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ പോയി വിളിക്കണം, പരിപാടികളുണ്ട്. ഓക്കെ, എടുക്കാം ഗൈസ്. എൻ്റെ കാഫ് ഗത പോലെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. 1 2 3 5 6 7 8 10 9 8 7 6. സൂപ്പർ സെറ്റ് സൂപ്പർ സെറ്റ് സൂപ്പർ സെറ്റ്. One, 2 3 4 5 6 7 8 9 10 2 1. അടുത്തതായി സ്ട്രെച്ചിങ് ആരംഭിക്കുകയായി. സ്ട്രെച്ചിങ്, ലെറ്റ്സ് ഗോ. നമ്മളിങ്ങനെ കിടക്കുക, എന്നിട്ട് സ്വന്തം കാലം തന്നെ വലിക്കുക. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക. വട്ടവർക്ക് വട്ട്. മരിച്ച് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നമുക്കിനി നേരെ ഇവനെ വിളിക്കാൻ പോവാം. ടയർഡായി. ചെറിയൊരു പോസ്റ്റ് കിട്ടി. ഇവനെ ഇതുവരെ അവർ ഗ്രൂം ചെയ്ത് കഴിഞ്ഞില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ കൂടി എടുക്കുമെന്ന് പറഞ്ഞവർ. സോ ഞാൻ ഇപ്പോൾ ജിമ്മിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ 9 മണിയായി സമയം. ഇനി പോയിട്ട് വേണം ഫുഡ് കഴിക്കണം, ലൈവ് ഇടണം. ഞാൻ വീട്ടിലോട്ട് വന്നു. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പ്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയി അവളെ പിക്ക് ചെയ്യാം. ഇത്രയും ലേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. 10:15 സോ ഫുഡൊക്കെ കഴിച്ചിട്ട് അവളെ പോയി പിക്ക് ചെയ്യാം. 15 മിനിറ്റ് സമയമുണ്ട്. നേരെ പോയി ഫുഡ് കഴിക്കാം. നല്ല വിശപ്പ്, കുറേ ബാണാക്കിയതാണ്. ദിസ് ഈസ് മൈ 3rd മീൽ. ചോറ് കൂടുതലല്ല തോന്നുന്നത്. ഇത്രയും ചോറില്ല ശരിക്കും. സോ ഇനി ഇപ്പോഴത്തെ എൻ്റെ ഫുഡിൽ എഗ്ഗുണ്ട്, വാട്ടർമെലോൺ, ഇതാണ് ലാസ്റ്റ് മീൽ. എഗ്ഗ് വാട്ടർമെലോൺ ഇത് നമുക്ക് എഗ്ഗ് എപ്പോൾ വേണേൽ കഴിക്കാം. ഞാൻ ഓൾറെഡി പ്രീ വർക്കൗട്ടായിട്ട് 3 എഗ്ഗാണ് എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 എഗ് വൈറ്റ് എപ്പോഴെങ്കിലൊക്കെ കഴിക്കും. എപ്പോഴെങ്കിലും അല്ല, ഒരു സ്നാക്സ് പോലെ. സോ ഞാനൊന്ന് ഡയറ്റിലോട്ടൊന്ന് വരികയാണ് ശരിക്കും. ചിലപ്പോൾ ഒരു മീലൊക്കെ ചിലപ്പോൾ പുറത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ പോകും. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകേണ്ട ആവശ്യമൊന്നുണ്ട്. ഇനിയിപ്പോൾ ചേട്ടൻ്റെ കല്യാണമാണ് ഏപ്രിൽ ചേട്ടൻ്റെ മാരേജാണ്. മാർച്ച് ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ എനിക്ക് എങ്ങനെ ഞാൻ ഡയറ്റ് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മാക്സിമം നോക്കാം. അതുപോലെ വ്ളോഗും നമ്മൾ ഇനി പ്രോപ്പർ പറയുന്നതിനെക്കാട്ടിലും ചെയ്ത് കാണിക്കാം. അതായിരിക്കും നല്ലത്. ഇത് പെട്ടെന്ന് കഴിച്ച് തീർക്കട്ടെ. അവിടെ വിളിക്കാൻ പോകണം. ഓക്കെ. ഹലോ, കൂട്ടിലാക്കിയോ നിന്നെ? പോവാം. ഹലോ, ഇങ്ങൊന്ന്. സാധാരണ ഞാൻ കൂടി ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഓക്കെ.
ഒന്നിരുന്നേ നോക്കട്ടെ. ഇവാ ഇവാ ഹലോ ഹലോ കൊള്ളാല്ലേ പ്രൈസ്. ഞാൻ ഇവയ്ക്കൊരു ഡ്രസ്സും മേടിച്ചു. ഇട്ടില്ല, അത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഇതുവരെ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം കൊള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യൂസേ നമ്മൾ ഡ്രസ്സ് മേടിച്ചു. ഇവാ നമ്മൾ ഡ്രസ്സ് മേടിച്ചു. ലെറ്റ്സ് ഗോ. അയ്യോ ഞാൻ എൻ്റെ വണ്ടിയുടെ താക്കോൽ എടുക്കട്ടെ. ബാ പോവാം. എടി വന്ന് വിടല്ലേ, നേരെ കയറിക്കേ. ഓക്കെ ഇതാ ഡ്രസ്സ്, പിടിച്ചോ ഡ്രസ്സ് പിടിച്ചോ. ഞങ്ങളിങ്ങനെ വീട്ടിലെത്തി. ഇന്ന് ഇവയ്ക്ക് ഒരു ഗ്രേവി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സുന്ദരി എവിടെ? സുന്ദരി, എൻ്റെ സുന്ദരി എവിടെ? പെട്ടെന്ന് കഴിക്ക്. നല്ല വിശപ്പുണ്ട് കേട്ടോ അവൾക്ക്. ഓക്കെ ഗൈസ്, അപ്പം ഞാനെന്തായാലും പോയി ഒന്ന് ലൈവ് ഇടട്ടെ. സോ ഒരു ചെറിയ ദിവസമായിരുന്നു ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ആൻഡ് നമ്മുടെ ന്യൂ വ്ളോഗ്സൊക്കെ ഉടനെ വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വ്ളോഗായിട്ട് ഉടനെ വരാം. ബൈ. ഇവാ ഒരു ബൈ പറഞ്ഞേ. ഇവ ഒരു ബൈ പറയും. ഇപ്പം നോക്കിക്കോണേ. ഇവാ ഹലോ ഒരു ഫുഡ് കഴിക്കാൻ സമ്മതിക്കട തെണ്ടി എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും ടാറ്റ.